ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യഹർജി തള്ളിയത്. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് ചേർന്നു. സനോജ്, ഇനി അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമോ? പി സി ജോർജ് ഏതെങ്കിലും തരത്തിൽ ഇതിനോട് പ്രതികരിച്ചോ? നിലവിൽ പി സി ജോർജിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ കോട്ടയത്തെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വാദത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിവെച്ച കേസിലാണ്. ഓപ്പൺ കോർട്ടിൽ വിധി പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിധിന്യായത്തെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടായിട്ടുള്ളത്. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജിന് ജാമ്യം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് കേരളത്തിലെ ഒരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് വിദ്വേഷകരമായ രീതിയിലുള്ള പരാമർശം ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടായിരുന്നു തീവ്രവാദികളാണ് എന്നും ഇവർ രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള ഒരു തീട്ടൂരമാണ് ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മുൻപും പി സി ജോർജ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഈ സമാനമായ രീതിയിൽ തന്നെയാണ് പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ആ ചാനൽ ചർച്ചയിലും ഉണ്ടായ പരാമർശം. കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളായിട്ടും അവർ നന്ദിയില്ലാത്തവരാണ് എന്നും മറ്റു മതവിഭാഗങ്ങളെ കൊല്ലാൻ നിർദ്ദേശിക്കുന്നവരാണ് എന്ന തരത്തിലുള്ള തീ തുപ്പുന്ന തരത്തിലുള്ള സനോജ് സുരേന്ദ്രൻ വ്യക്തമാണ് കാര്യങ്ങൾ. വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന് തിരിച്ചടിയായിരിക്കുന്നു. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.